BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Polywootal Silks, Kottayam, Thrissur, Thodupuzha, Kollam. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Thodupuzha. Parayanjalil Jewelers, Jyoti Bazaar, Thodupuzha. Phone 222401. Desire, Colorical Bazaar, near Private Bus Stand, Thodupuzha. Spendex Industries Designer Tiles near Kaniyamuri Bridge, Kanjiramattam, Thodupuzha. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Royal, the complete family shopping, near Private Bus Stand, Thodupuzha. Hedge Wealth Management Services. കഴിഞ്ഞ കാറ്റിനും മഴയ്ക്കും മൊത്തം നശിച്ചായി വീട്. അത് നന്നാക്കാൻ വേണ്ടിയാ ഞാൻ ഈസി ലോൺ എടുത്തത്. എത്ര പെട്ടെന്നാ ലോൺ കിട്ടിയെന്നറിയാമോ? ഇതാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിതാ ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. Malabar Gold and Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയില. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Thodupuzha. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൗസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം, ഓപ്പോസിറ്റ് റെസ്റ്റ് ഹൗസ്, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. നിങ്ങളുടെ മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025, 9747929290. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി ഹോട്ടൽ മാനേജ്മെന്റ് പഠന മേഖലയിൽ സജീവ സാന്നിധ്യമായ ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്പോസിറ്റ് ശ്രീകൃഷ്ണ ടെമ്പിൾ, തൊടുപുഴ. അരുണാപുരം, പാല. PP ജോസ് റോഡ്, ചങ്ങനാശ്ശേരി. ഷീ സ്റ്റൈൽ, ദ കംപ്ലീറ്റ് ലേഡീസ് ഫാഷൻ ബ്ലോക്ക്. ഫോൺ 04862228751. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പടിഞ്ഞാറേക്കോടിക്കുളം, തൊടുപുഴ. ഫോൺ 9947177344. അജ്വാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ്, ജോർജ് ടൗൺ, വെങ്ങല്ലൂർ, തൊടുപുഴ. ഫോൺ 7558884325. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം. വിശ്വാസം, പൂർണ്ണത, സംതൃപ്തി. ലവ് കിഡ്സ്, ജെസ്പി കിഡ്സ്. നെല്ലുവേലിൽ കർട്ടൻ ആൻഡ് ഫർണിഷിംഗ്, മുണ്ടമറ്റം പമ്പിന് സമീപം, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. ഫോൺ 9961015419. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്. നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ.
കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കുതിപ്പ് നൽകുന്ന കൊച്ചി മെട്രോ റെയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിന്നും SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പ്രതിഭാസംഗമം നടന്നു. തൊടുപുഴ റൂറൽ സഹകരണ സംഘം കോഴിക്കോട് MVR ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് നടപ്പാക്കുന്ന സിറ്റി കെയർ നിക്ഷേപ പദ്ധതി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടിയമ്മ മൈക്കിൾ രാജിവെച്ചു. LDF-ൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അവർ അറിയിച്ചു. പിണറായി സർക്കാർ കെടുകാര്യസ്ഥതയുടെ സർക്കാരാണെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ല. Today is my day. Polywootel Silks, കോട്ടയം, തൃശൂർ, തൊടുപുഴ, കൊല്ലം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കുതിപ്പ് നൽകുന്ന കൊച്ചി മെട്രോ റെയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കൊച്ചി മെട്രോയുടെ പ്രൗഢ ഗംഭീരമായ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കുചേരുന്നതിൽ കേരള നിലയം കൊച്ചി നിലയം ജനങ്ങളോടൊപ്പം ഞാൻ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. I am happy to be part of the inauguration of Kochi Metro. I congratulate the people of Kochi on this proud moment. KMRL MD ഏലിയാസ് ജോർജ് സ്വാഗതം ആശംസിച്ചു. മെട്രോ യാത്രക്കാർക്കായുള്ള കൊച്ചി വൺ സ്മാർട്ട് കാർഡ് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു പുറത്തിറക്കി. സ്വാഗതം ആശംസിച്ചപ്പോൾ ശ്രീധരന് വൻ കയ്യടിയാണ് ലഭിച്ചത്. മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന കരഘോഷത്തിനാണ് സദസ്സ് സാക്ഷ്യം വഹിച്ചത്. മെട്രോയ്ക്ക് വേണ്ടിയുള്ള മൊബൈൽ ആപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും പുറത്തിറക്കി. ഗവർണർ ജസ്റ്റിസ് P. സദാശിവം, മന്ത്രി തോമസ് ചാണ്ടി, KV തോമസ് MP, മേയർ സൗമിനി ജെയിൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, DMRC മുഖ്യ ഉപദേഷ്ടാവ് ശ്രീധരൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഫ്രഞ്ച്, ജർമ്മൻ കോൺസുലേറ്റ് ജനറൽമാരും ഇന്ത്യയിലെ ഫ്രഞ്ച് അംബാസഡറും ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചി മെട്രോയും ആക്സിസ് ബാങ്കുമായി ചേർന്ന് പുറത്തിറക്കുന്ന കൊച്ചി വൺ ടിക്കറ്റ് ഡെബിറ്റ് കാർഡിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. ആക്സിസ് ബാങ്ക് MD ശിഖ ശർമ്മ, മെട്രോയ്ക്ക് വിദേശ വായ്പ നൽകിയ ഫ്രഞ്ച് വികസന ഏജൻസി AFDയുടെ ഇന്ത്യയിലെ മേധാവി നിക്കോളാസ് ഫെർനേജ് എന്നിവരും ചടങ്ങിനെത്തി. ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയാണ് മെട്രോയുടെ ഒന്നാം ഘട്ടമെങ്കിലും പാലാരിവട്ടം വരെയുള്ള ഭാഗമാണ് പൂർത്തിയായത്. MG റോഡിൽ മഹാരാജാസ് കോളേജ് വരെയുള്ള 18 കിലോമീറ്റർ ദൂരം 2 മാസത്തിനകം പൂർത്തിയാകും. തൃപ്പൂണിത്തുറയിലേക്ക് എത്താൻ 2 വർഷവും എടുക്കും. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള 2ാം ഘട്ട വികസനത്തിന് കേന്ദ്രാനുമതി കാത്തിരിക്കുകയാണ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിന്നും SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പ്രതിഭാസംഗമം നടന്നു. ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഭാസംഗമത്തിന്റെ ഉദ്ഘാടനം MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ നിർവഹിച്ചു. ഗാന്ധിജി സ്റ്റഡി സെന്റർ ചെയർമാൻ PJ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ൽ പരം വിദ്യാർത്ഥികൾ പ്രതിഭാസംഗമത്തിൽ പങ്കെടുത്തു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും കരസ്ഥമാക്കിയ 5 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് സമ്മാനിച്ചു. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജിനോ വർക്കി, കൃഷ്ണ ബിജു, അഞ്ജു റാത്തപ്പള്ളി, കുമാരമംഗലം MKNM ഹയർ സെക്കൻഡറി സ്കൂളിലെ അപർണ PH, കരിമണ്ണൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അന്ന ജോർജ് എന്നിവരാണ് മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയത്. SSLC വിഭാഗത്തിൽ 543 പേരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 173 പേരുമാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്.
നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് തിളക്കമാർന്ന വിജയം കൈവരിച്ച 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഏറ്റവും ശ്രദ്ധേയമായ വിജയം കൈവരിച്ച തൊടുപുഴ നിയോജകമണ്ഡലത്തിലെ മിടുക്കന്മാരും മിടുക്കികളുമാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ നിന്നും 540 പേര് എല്ലാ വിഷയങ്ങൾക്കും A+ അല്ലെങ്കിൽ A1 കരസ്ഥമാക്കിയിരിക്കുന്നു. അതുപോലെ +2-ൽ 12ാം ക്ലാസ്സിൽ ഇത്തരത്തിൽ വിജയം വരിച്ച 179 പേരാണ്. ഇന്നിവിടെ പ്രത്യേകം നമ്മൾ ആദരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും +2-ൽ 1200 മാർക്കും കരസ്ഥമാക്കിയ മുതലക്കോടും സെൻറ് ജോർജ് ഹൈസ്കൂളിലെ ജിനോ വർക്കി, കൃഷ്ണ ബിന്ദു, അഞ്ജു റാത്തപ്പള്ളി, കുമാരമംഗലം MKN ഹയർ സെക്കൻഡറി സ്കൂളിലെ കുമാരി അപർണ PS, കരിമണ്ണൂർ സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിമണ്ണൂർ കർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പകർച്ചപ്പനി ബോധവൽക്കരണ ക്ലാസും വിദ്യാഭ്യാസ സഹായ വിതരണവും നെയ്യശ്ശേരി SNCM LP സ്കൂളിൽ നടന്നു. ട്രസ്റ്റ് പ്രസിഡന്റ് N സദാനന്ദൻ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോജോ പോൾ ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ബിബിൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി KJ തോമസ്, പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഷാജി എന്നിവർ പ്രസംഗിച്ചു. 500 മില്ലിഗ്രാമിന്റെ ഉച്ച സമയം കൊണ്ട് തന്നെ 3-4 ഡോസ് സ്വന്തം തീരുമാനപ്രകാരം കഴിച്ചിരിക്കുകയാണ്. ഇവർക്ക് അല്പം തലവേദന അല്ലെങ്കിൽ പനി കുറഞ്ഞാൽ പോലും അവരുടെ കരളിനെ ഗുരുതരമായിട്ട് ആ ഔഷധത്തിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ശീലങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുൻപന്തിയിൽ നിൽക്കുന്നത്. എന്നാൽ നമ്മൾ ചെയ്യേണ്ട ചെറിയ കാര്യം ചെയ്താൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന നമ്മുടെ രോഗവും രോഗാതുരതയും ഒക്കെ നമുക്കൊന്ന് മാറ്റി നിർത്താൻ കഴിയും. പക്ഷേ അതിലേക്ക് നമുക്ക് പറയുമ്പം ആളുകൾ ഒരു വേണ്ടത്ര ജാഗ്രതയോടെ അത് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള പനികളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർക്ക് പനി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ നമ്മൾക്കായിരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ കുടുംബനാഥൻ പനിച്ചു കിടന്നാൽ നമുക്കറിയാം ഇതൊരു ഓഫ് സീസണാണ്. ഏത് പണിയാണെങ്കിലും, കൃഷിപ്പണിയാണെങ്കിലും, ജോലിക്ക് പോകുന്ന ആളാണെങ്കിലും, പറമ്പിൽ പണിയുന്ന ആളാണെങ്കിലും ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് തന്നെ ചിലപ്പോൾ നിന്നുപോകും. ഇനി അതുപോട്ടെ നമ്മുടെ ഗ്രഹനാഥയാണെങ്കിൽ തകിടം മറിഞ്ഞു, എല്ലാം പോയി, വീട് തന്നെ ഓഫായി പോയി. ഗ്രഹനാഥൻ്റെ കാര്യവും പോയി, കുട്ടികളുടെ കാര്യവും പോയി, വീട്ടിലെ കാര്യം മൊത്തത്തിൽ പോയി. അപ്പോൾ ആർക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാലും നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സ്ഥാപനങ്ങളെ, നമ്മുടെ സമൂഹത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. വണ്ണപ്പുറം അക്ഷയ സെന്ററിന്റെയും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വണ്ണപ്പുറം യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ വണ്ണപ്പുറം ഗവൺമെന്റ് ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ പകർച്ചപ്പനി പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ ഉദ്ഘാടനം വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസ് നിർവഹിച്ചു. രോഗം വന്നു കഴിയുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. എന്നാൽ അതിലുപരിയായി ചികിത്സയെക്കാട്ടിൽ ആവശ്യം, രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സ ആവശ്യമാണെങ്കിൽ പോലും രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധമില്ലാതെ ഇരിക്കുന്നവർക്കാണ് നമുക്ക് പെട്ടെന്ന് രോഗം പിടിക്കുന്നത്. പ്രത്യേകിച്ച് ഷുഗറും മറ്റ് രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരെയാണ് രോഗം പെട്ടെന്ന് പിടികൂടുന്നത്. ഒരു വീട്ടിൽ തന്നെ 10 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 പേരുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രതിരോധം കുറവുള്ള ആൾക്കാരെ ആദ്യം നമുക്ക് പനി പിടിക്കുന്നു. മറ്റുള്ളവർക്ക് പ്രതിരോധം ഉള്ളവരെ പനി ഇല്ലാതെ അവർ രക്ഷപ്പെടുന്നു. അപ്പോൾ നമുക്ക് പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിലില്ലെങ്കിൽ ഇതിലെ ഒരു കാറ്റ് കടന്നു പോയാൽ പോലും അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് രോഗം പെട്ടെന്ന് പിടികൂടും. അപ്പം രോഗം പിടികൂടി വീട്ടിൽ ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതിരിക്കുന്നത്. അത് രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആരോഗ്യം കൂടുതൽ നശിക്കുന്നു. സമയം, സമ്പത്ത്
ഇതെല്ലാം നമുക്ക് നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രോഗം വരാതിരിക്കാനുള്ള ഈ മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ, എല്ലാവരും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഒക്കെ ഉണ്ടാകണം. കൊതുകളിൽ നിന്നാണ് പനികളൊക്കെ രോഗങ്ങളൊക്കെ. ഇപ്പോൾ ഇന്ന് പകർച്ചപ്പനി എന്ന് പറഞ്ഞാൽ ചെറിയ പനികളൊക്കെ ഉണ്ടാകുന്നത്, അത് പെട്ടെന്ന് പോകുന്നുണ്ട്. പക്ഷേ ഡെങ്കിപ്പനി അങ്ങനെയുള്ള മാരക രോഗങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ കൊതുക് വളരുന്ന സാഹചര്യം നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലൊക്കെ ഉണ്ടാകരുത്. അത് ശ്രദ്ധിക്കണം. വണ്ണപ്പുറം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ സഫീല ക്ലാസിന് നേതൃത്വം നൽകി. ജൂൺ 29 മുതൽ അങ്കമാലി അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഫോട്ടോ ഫെസ്റ്റ് ഇന്ത്യ 2017 പോസ്റ്റർ പ്രചരണോദ്ഘാടനം മർച്ചന്റ് അസോസിയേഷൻ വണ്ണപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് സജി കണ്ണമ്പുഴയ്ക്ക് നൽകിക്കൊണ്ട് AKPA സംസ്ഥാന കമ്മിറ്റി അംഗം കമൽ സന്തോഷും സൗജന്യ പ്രവേശന പാസ് വിതരണം AKPA ജില്ലാ സെക്രട്ടറി TG ഷാജിയും നിർവഹിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 7ാം ക്ലാസ് പൊതുപരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 4ാം റാങ്ക് നേടിയ ആഫിദ K അഷ്റഫിന് ഉപഹാരവും സമ്മാനിച്ചു. AKPA മേഖലാ പ്രസിഡന്റ് KM മാണി, ജോയിന്റ് സെക്രട്ടറി ആന്റോ V ചാക്കോ, പഞ്ചായത്ത് മെമ്പർമാരായ റഷീദ് തോട്ടുങ്കൽ, ലീല തങ്കച്ചൻ, അക്ഷയ സംരംഭകൻ ജ്യോതിഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. പൂമാലയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പൂമാല ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് വെള്ളിയാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കാലാവസ്ഥ ഏറ്റവും കൂടുതൽ വ്യാപകമായ തോതിൽ പനി വ്യാപിക്കുന്ന ഒരു സമയമാണിത്. കാലാവസ്ഥ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അടമഴ പെയ്യേണ്ട സമയമാണ്. ഇപ്പോൾ മഴ കുറച്ചും ഇടയ്ക്ക് വെയിലും ആ ഒരു കാലാവസ്ഥ. അതുതന്നെയല്ല, കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതൽ കൊതുകിൻ്റെ വളർച്ച കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഇതിനോടനുബന്ധിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇളദേശം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ 27-ാം തീയതി എല്ലാ വാർഡുകളിലും ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് ഈ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൽ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിക്കാനുള്ളത്, ഓരോ വർഷവും ഭീമമായ തുകയാണ് ഗ്രാമപഞ്ചായത്ത് മരുന്നുകൾക്ക് വേണ്ടിയിട്ട് പദ്ധതിയിൽ മാറ്റിവെക്കുന്നത്. ഓരോ വർഷം ചെല്ലുന്തോറും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും പട്ടണ പ്രദേശങ്ങളിലാണെങ്കിലും വിവിധ തരത്തിലുള്ള രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. പണ്ടൊക്കെ നമ്മൾ മുതിർന്ന ആളുകൾക്ക് കണ്ടിരുന്ന പ്രമേഹം പോലുള്ള രോഗങ്ങൾ ഇപ്പം നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വരെ തുടങ്ങിക്കഴിഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂമാല യൂണിറ്റ് പ്രസിഡന്റ് അനിൽ രാഘവൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഇളന്തേശം ബ്ലോക്ക് പ്രസിഡന്റ് തങ്കച്ചൻ കോട്ടയ്ക്കകത്ത് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ലളിതാമ്മ വിശ്വനാഥൻ, നാഷണൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ബിജു, ഡോക്ടർ ശൈലജ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജനമൈത്രി CRO PA ഹരികുമാർ സ്വാഗതവും വ്യാപാരി വ്യവസായി പൂമാല യൂണിറ്റ് KR സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂമാല യൂണിറ്റും പൂമാല ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും ട്രൈബൽ ജനമൈത്രി പോലീസും നാഗാർജുന ആയുർവേദ ഗ്രൂപ്പും സംയുക്തമായി നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യമായി ഔഷധ തൈകൾ വിതരണം ചെയ്തു. ഇതോടനുബന്ധിച്ച് നടന്ന ബോധവൽക്കരണ സെമിനാറിൽ ഡോക്ടർ G രാജശേഖരൻ നായർ, ഡോക്ടർ ശ്യാം കിഷോർ എന്നിവർ മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളുമായി തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് ഹരിതം സഹകരണം പദ്ധതിയുടെ ഭാഗമായി ബാങ്കിന്റെ നേതൃത്വത്തിൽ തേക്ക്, മഹാഗണി, മുള, ലക്ഷ്മി തരൂർ, ആര്യവേപ്പ്, സീതപ്പഴത്തൈ, പേര തുടങ്ങി വിവിധ ഇനങ്ങളിൽപ്പെട്ട 6000-ഓളം തൈകൾ വിതരണം ചെയ്തു. തൈകളുടെ വിതരണ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷമി ഈപ്പച്ചൻ, ഡയറക്ടർമാരായ റോബി സിറിയക്, മാത്യു ജോസഫ്, റോയി അഗസ്റ്റിൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബീന വിനോദ്, സഹകരണ സംഘം ഓഡിറ്റർ റെജി K ഇബ്രാഹിം, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് VT ബൈജു, അസിസ്റ്റന്റ് സെക്രട്ടറി വിജി മാത്യൂസ്, ജീവനക്കാർ, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അത്യുൽപാദന ശേഷിയുള്ളതും 3 വർഷം കൊണ്ട് കായ്ക്കുന്നതുമായ ഗംഗാബോണ്ടം തെങ്ങിൻ തൈകൾക്കുള്ള 3ാം ഘട്ട രജിസ്ട്രേഷനും ആരംഭിച്ചു. ഒരു തൈക്ക് 150 രൂപ നിരക്കിൽ 3000 തെങ്ങിൻ തൈകളാണ് ബാങ്ക് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രസിഡന്റ് ടോമി കാവാലം പറഞ്ഞു. നമ്മുടെ ബാങ്കിൽ നിന്നും നമ്മുടെ അംഗങ്ങളായ ആളുകൾക്ക് 5-6 തരം തൈകൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര സുലഭമല്ലാത്ത സീതപ്പഴം, അതുപോലെ തന്നെ ലക്ഷ്മി തരൂ, ആര്യവേപ്പ്, അതുപോലെയുള്ള തൈകളാണ് വിതരണം ചെയ്യുന്നത്. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടിയമ്മ മൈക്കിൾ രാജിവെച്ചു. LDF-ൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അവർ അറിയിച്ചു.
കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് UDFിൻ്റെ ഭാഗമായി പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഞാനത് UDFിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് LDFുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2015 നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അന്ന് UDF സീറ്റ് തരാതിരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിച്ചു. അത് കഴിഞ്ഞ് UDFിൻ്റെ പിന്തുണയോടെയാണ് പ്രസിഡന്റ് ആയതെങ്കിലും എനിക്ക് കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നല്ലാതെ ഒരു സപ്പോർട്ടും എനിക്ക് കിട്ടിയിരുന്നില്ല. പല പ്രവർത്തനങ്ങളിലും എന്നോടൊപ്പം സഹകരിക്കുകയോ ചേർന്ന് നിൽക്കുകയോ ചെയ്യാതെ പലപ്പോഴും UDFിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഒരു സഹകരണം എനിക്കുണ്ടായിട്ടില്ല. കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് LDFിൻ്റെ ഒരു സഹകരണത്തോടെയാണ് കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഈ പഞ്ചായത്തിൽ സമഗ്രമായി നടപ്പാക്കണമെങ്കിൽ ഒരു നല്ല ഭരണസമിതി, ഒരു നല്ല ദീർഘവീക്ഷണമുള്ള ഒരു ഭരണസമിതി ഉണ്ടാകണം ആണ് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഒരു സ്വതന്ത്ര ആയാണ് UDFിൻ്റെ ഭാഗമായി പ്രസിഡന്റായി നിന്നിരുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കുട്ടിയമ്മ മൈക്കിൾ, അവർക്ക് തന്നെ ശ്രീമതി കുട്ടിയമ്മ മൈക്കിൾ തന്നെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ പഞ്ചായത്തിൽ ഒരു സമഗ്രമായ വികസനം ലക്ഷ്യം വയ്ക്കാൻ കഴിയില്ല എന്നുള്ള പശ്ചാത്തലത്തിലാണ് അവർ തന്നെ സ്വയം അത് മനസ്സിലാക്കി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ പട്ടികവർഗ സുസ്ഥിര വികസന പദ്ധതി പ്രകാരമുള്ള ഗോത്രവർഗ അയൽക്കൂട്ട സംഗമം സ്പന്ദനം 2017 മുട്ടം ഗ്രാമപഞ്ചായത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടിയമ്മ മൈക്കിൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഗോത്രവർഗ വികസന സമിതി അംഗങ്ങൾ, കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്പന്ദനം 2017 എന്ന പേരിട്ടിരിക്കുന്നത് സുസ്ഥിര വികസന പദ്ധതി, അതായത് ഗോത്രവർഗ അയൽക്കൂട്ടങ്ങളുടെ ST മേഖലകളിൽ അവരെ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട്, ആ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്പന്ദനം 2017 രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും ഈ ST അയൽക്കൂട്ടങ്ങളുടെ സംഗമമായിട്ട് നടത്തുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് മുട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വാർഡ് 8 എള്ളുംപുറം മേഖലയിലെ ST അയൽക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ട സംഗമം നടക്കുന്നത്. ഫണ്ടുകൾ കൂടുതലും, അതായത് JLG-കൾ ഇവർക്ക് കൂടുതൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ സംരംഭങ്ങൾക്ക് കൂടുതൽ ഫണ്ടുകളുണ്ട്. എല്ലാ സംരംഭ മേഖലകളിലേക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് പട്ടികവർഗത്തിൽപ്പെട്ട എല്ലാവരെയും മെച്ചപ്പെട്ട ജീവിതമാർഗം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മുടെ ഈ അയൽക്കൂട്ട സംഗമം, അതായത് സ്പന്ദനം 2017 എന്ന നാമകരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് വേണ്ടുന്ന ഫണ്ടുകളെല്ലാം സർക്കാർ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അപ്പം കൂടുതലും ഞങ്ങളുടെ മേഖലകളിലേക്ക് ഈ ഫണ്ടിനെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തനം നടത്തുന്നത്. തൊടുപുഴയിലെ ആദ്യകാല ഡോക്ടറും മൗണ്ട് സിനായ് ഹോസ്പിറ്റൽ MD-യുമായ ഡോക്ടർ ജോസ് പോളിന്റെ എന്റെ പുറപ്പാട് യാത്ര എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ഇതോടനുബന്ധിച്ച് നടന്ന യോഗം ഡോക്ടർ സാജൻ ചാഴികാടൻ ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ പെരുമാറിയിരുന്നവരുമെല്ലാം വളരെ മോശമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. OPയിൽ വരുന്ന രോഗികളെക്കാൾ കൂടുതൽ കുറ്റം പറയുന്നവരായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് തീക്ഷ്ണമായ, അത്രയ്ക്ക് വേദനാജനകമായ ഒരു മാനസിക വ്യഥയിൽ കൂടി കടന്നു പോകുമ്പോൾ വായനക്കാർക്ക് അത് ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു സാഹിത്യമല്ല ഡോക്ടർ ജോസ് പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. പകരം അദ്ദേഹം അത് കുറച്ചുകൂടി സിമ്പിളായിട്ട്, ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലാത്ത രീതിയിലാണ് അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് വളരെ ഉറപ്പുണ്ട്, ഈ പുസ്തകം അദ്ദേഹം എഴുതുമ്പോൾ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായിട്ടാണ്. വേദനയുടെയും സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഒക്കെ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു പിക്ചറാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. കരിങ്കുന്നം ജോസഫ് അധ്യക്ഷത വഹിച്ചു. പുസ്തക പ്രകാശനം പ്രസ് ക്ലബ് പ്രസിഡന്റ് ഹാരിസ് മുഹമ്മദ് നിർവഹിച്ചു. ഫാദർ ജെയിംസ് വടക്കേൽ, രാജേന്ദ്രൻ പോത്തനാശ്ശേരിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഭൂമിയും പണവും സ്വന്തമാക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്നവർക്ക് ഒരു സന്ദേശമാണ് തന്റെ പുസ്തകത്തിലൂടെ നൽകുവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു.
സ്വജീവിതത്തിൽ താനും അങ്ങനെ ഒരാളായിരുന്നുവെന്നും അത് സാധ്യമല്ലെന്ന് തനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ആ കാഴ്ചപ്പാടിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് നഷ്ടപ്പെട്ടതെല്ലാം തനിക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു. സ്വർഗവും ഭൂമിയും ഒരുമിച്ച് നേടുവാൻ കഴിയില്ല എന്ന ബൈബിളിലെ വചനമാണ് തന്റെ മാറ്റങ്ങൾക്ക് വഴിവെച്ചത് എന്നും ഇങ്ങനൊരു പുസ്തകം എഴുതുവാൻ തനിക്ക് പ്രചോദനമായത് എന്നും ഡോക്ടർ ജോസ് പോൾ കൂട്ടിച്ചേർത്തു. വായിക്കാൻ ഒത്തിരി താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ നോട്ടത്തിൽ മനുഷ്യ ഹൃദയങ്ങളിൽ ഇടം പിടിക്കണമെങ്കിൽ ഒരു കൃതി ഭാവനാത്മകമായിരിക്കണം, ജീവിതഗന്ധിയായിരിക്കണം. പക്ഷേ എന്നൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഈ പുസ്തകത്തിൽ യാതൊരു ഭാവനയുമില്ല, ഭാവനാത്മകത തൊട്ട് തീർച്ചിട്ട് പോലുമില്ല. ഞാൻ എഴുതി കൂട്ടി വച്ചിരിക്കുന്നതിൽ കുറേ സത്യസന്ധമായ ജീവിതഗന്ധിയായ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. തൊടുപുഴ റൂറൽ സഹകരണ സംഘം കോഴിക്കോട് MVR ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് നടപ്പാക്കുന്ന സിറ്റി കെയർ നിക്ഷേപ പദ്ധതി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ റൂറൽ സഹകരണ സംഘം കോഴിക്കോട് MVR ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് നടപ്പാക്കുന്ന സിറ്റി കെയർ നിക്ഷേപ പദ്ധതി ജൂൺ 19 തിങ്കളാഴ്ച 11 മണിക്ക് ഉത്തര റെസിഡൻസി ഹാളിൽ MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംഘം പ്രസിഡന്റ് K സുരേഷ് ബാബു അധ്യക്ഷത വഹിക്കും. പലിശരഹിതമായി 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ നിക്ഷേപകന് 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിൽ നിന്നും ലഭിക്കുന്നതാണ് പദ്ധതി. പദ്ധതി ചേർന്ന് നിക്ഷേപിക്കുന്ന വ്യക്തി ക്യാൻസർ രോഗിയായിരിക്കരുത്. നിക്ഷേപിച്ച 1 വർഷത്തിന് ശേഷം ആനുകൂല്യം ലഭിച്ചു തുടങ്ങുന്നതാണ്. 1 വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിക്ഷേപം പിൻവലിക്കാവുന്നതാണ്. നിക്ഷേപം പിൻവലിക്കുന്നവരെ മാത്രമേ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. 60 വയസ്സ് വരെ പദ്ധതിയിൽ അംഗമാകാം. 70 വയസ്സ് വരെ മാത്രമാണ് ആനുകൂല്യത്തിന് അർഹത. റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോഴിക്കോടുള്ള MVR ക്യാൻസർ സെന്ററുമായിട്ട് സഹകരിച്ച് ഒരു നിക്ഷേപത്തിൽ നടപ്പാക്കുകയാണ്. തിങ്കളാഴ്ച 11 മണിക്ക് ഉത്തരം റെസിഡൻസി ഹാളിൽ വെച്ച് MVR ക്യാൻസർ സെന്ററിന്റെ ചെയർമാൻ CN വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഈ പദ്ധതി എന്ന് പറയുന്നത് പലിശരഹിതമായി 10,000 രൂപ ഒരു റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിക്കുമ്പോൾ നിക്ഷേപന ക്യാൻസർ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ നിക്ഷേപിച്ച 1 വർഷത്തിന് ശേഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം MVR ക്യാൻസർ സെന്ററിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇത് നിക്ഷേപമായിട്ടാണ് ഈ 10,000 രൂപ തരുന്നത്. ആ 10,000 രൂപ ഏത് സമയത്ത് വേണമെങ്കിലും നിക്ഷേപം പിൻവലിക്കാവുന്നതാണ്. പിൻവലിക്കുന്ന ആ സമയം വരെ ഈ കവറേജ് കിട്ടുന്നതാണ്. ചടങ്ങിൽ തൊടുപുഴയിലെ സീനിയർ ഡോക്ടറായ ജോസഫ് സ്റ്റീഫൻ ചാഴിയാട്ട്, അഡ്വക്കേറ്റ് KT തോമസ്, ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് EM അഗസ്തി XMLA, VV മത്തായി, പ്രൊഫസർ E കുഞ്ഞിരാമൻ, റോയ് കെ പൗലോസ്, KK ശിവരാമൻ, KMA ഷുക്കൂർ, പ്രൊഫസർ MJ ജേക്കബ്, TM സലീം, ബിനു ജെ കൈമൾ, അഡ്വക്കേറ്റ് S അശോകൻ, സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KL ജോസഫ്, അഡ്വക്കേറ്റ് ജോയ് തോമസ്, MD തോമസ്, അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, അനൂപ് ധന്വന്തിരി, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് നാവൂർ ഗനി തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് K സുരേഷ് ബാബു, സെക്രട്ടറി ഇൻചാർജ് ബിനീഷ് PA, ജലജ ശശി, PK മധു, CP കൃഷ്ണൻ, TG ബിജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആഭിമുഖ്യത്തിൽ ജലസുരക്ഷാ ക്യാമ്പയിൻ നടത്തി. മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ക്യാമ്പയിൻ AN സോമദാസ് ഉദ്ഘാടനം ചെയ്തു. TK സന്തോഷ്, ഡെയ്സി എന്നിവർ പ്രസംഗിച്ചു. നിർഭാഗ്യവശാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ എല്ലാ പ്രഖ്യാപനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മൺസൂൺ ഈ പ്രാവശ്യവും മടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഈ വർഷത്തെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം കണക്ട് പീപ്പിൾ ടു നേച്ചർ എന്നതാണ്. ജനങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുക എന്നതാണ്. എന്തുകൊണ്ടാണ് അത്തരം ഒരു മുദ്രാവാക്യം ഉയർത്തിയത് എന്ന് നമുക്ക് അറിയാം. ഭൂമിയുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യന്റെ ജീവിതം എന്നത് വളരെ സുപ്രധാനമാണ്. അത് പലപ്പോഴും മറന്നുപോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു മുദ്രാവാക്യം UNEP ഈ പ്രാവശ്യം ഉയർത്തിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് രൂപപ്പെടുത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ എല്ലാം പ്രകൃതിയാണ്. എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് വേറിട്ടുകൊണ്ട് ഒരു ജീവിതം നമുക്കില്ല. പക്ഷേ നമ്മളത് പലപ്പോഴും മറക്കുകയാണ്. അത് നിത്യേന സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ, അതുകൊണ്ട് അത് മറന്നു പോവുകയാണ്. പിന്നെ എപ്പോഴാണ് നമ്മളിത് ഓർമ്മിക്കുക എന്ന് ചോദിച്ചാൽ, ഇതിലേതെങ്കിലും ഒരു സാധനത്തിന്, ഏതെങ്കിലും ഒരു കാര്യത്തിന് തടസ്സം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ തരത്തിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണല്ലോ നമ്മുടെ ജീവിതം എന്ന് ഓർക്കുക. ഓക്സിജൻ എല്ലായിടത്തും ഉണ്ട്, വായു എവിടെ വേണേലും എപ്പോൾ വേണേലും കിട്ടും. അതിനായി പ്രത്യേക ഒരു സമയം കണ്ടെത്തേണ്ടതില്ല എന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ ഓക്സിജൻ തടസ്സപ്പെടുമ്പോഴാണ് നമ്മൾ ഓക്സിജൻ കിട്ടാത്തത് എന്ത് എന്നാലോചിക്കുക. വരൾച്ച ഉണ്ടാകുമ്പോഴാണ് ജലം കിട്ടാത്തത് എന്ത് എന്ന് നമ്മൾ ആലോചിക്കുക. മറ്റ് പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വനം കയ്യേറ്റത്തെക്കുറിച്ചും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഓർക്കുക. ഇതെല്ലാം ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മറക്കുന്നതിനെ ഓർമ്മിപ്പിക്കുക എന്നതാണ് UNEP ഈ പ്രാവശ്യം ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ പ്രത്യേകത. പിണറായി സർക്കാർ കെടുകാര്യസ്ഥതയുടെ സർക്കാരാണെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ.
സാധാരണക്കാരുടെ വേദന മനസ്സിലാക്കി തൊഴിലുറപ്പ് കൂലി വാങ്ങി വിതരണം ചെയ്യുവാൻ കേരള സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഇബ്രാഹിംകുട്ടി കല്ലാർ മുരിക്കാശ്ശേരിയിൽ പറഞ്ഞു. ലക്ഷക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിക്കാതെ നട്ടം തിരിയുമ്പോഴും പരിഹാരം കാണുവാൻ കേരള സർക്കാർ ശ്രമിക്കുന്നില്ലെന്നും പിണറായി വിജയൻ സർക്കാർ കെടുകാര്യസ്ഥതയുടെ സർക്കാരാണെന്നും ഇടുക്കി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ഇബ്രാഹിംകുട്ടി കല്ലാർ ആരോപിച്ചു. പാത്തുകുടി പഞ്ചായത്ത് പടിക്കലേക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇബ്രാഹിംകുട്ടി. മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ തദ്ദേശ മന്ത്രിയും ആവർത്തിച്ചാവർത്തി നടത്തുന്ന പ്രഖ്യാപനങ്ങളും അതേപോലെ തന്നെ പ്രസ്താവനകളും അല്ലാതെ ഈ കഴിഞ്ഞ 9 മാസക്കാലമായി ദുരിതം അനുഭവിക്കുന്ന ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രയാസങ്ങളിൽ എന്തെങ്കിലും ഒരു സമീകൃതമായ പരിഹാരം ഉണ്ടാക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞോ? മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ കാരക്കാവയലിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ KB സെൽവം, ജെയ്സൺ K ആന്റണി, മറ്റ് നേതാക്കളായ വിജയകുമാർ മറ്റക്കര, KJ സെബാസ്റ്റ്യൻ, ഡോളി തോമസ്, മിനി സാബു എന്നിവർ പ്രസംഗിച്ചു. 1000-ഓളം കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പരിസ്ഥിതി സംരക്ഷണത്തിന് വേറിട്ടൊരു മുഖവുമായി വയറ്റാട്ടിൽ ഓഡിയോ വിഷ്വൽസിന്റെ സഹകരണത്തോടെ JCI തൊടുപുഴ ടൗൺ എൻട്രി പ്രോജക്ട് എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി പ്രസിഡന്റ് ജോബിൻ ജോസിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ തൊടുപുഴ ജനമൈത്രി SI TK സുഗുവിന്റെ സാന്നിധ്യത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ TK സുധാകരൻ നായർ തൊടുപുഴയ്ക്ക് സമർപ്പിച്ചു. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ക്ലബ്ബുകളും വ്യക്തികളും എല്ലാം നിരവധിയായ പദ്ധതികൾ നടപ്പാക്കി വരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഓരോ ഘട്ടങ്ങൾ കഴിയുന്തോറും അല്ലെങ്കിൽ കാലങ്ങൾ കഴിയുന്തോറും പ്രകൃതി ദോഷകരമായ പ്രവൃത്തികൾ ഈ നാട്ടിൽ കൂടിക്കൂടി വരികയാണ്. അതിൻ്റെ എല്ലാം ഭവിഷ്യത്തുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഭാവി തലമുറയെ സംബന്ധിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ കാലഘട്ടമാണ് ഇന്ന്. പല പദ്ധതികളുമൊക്കെ നടപ്പായി വരുന്നുണ്ടെങ്കിലും ഇതുപോലൊരു വേറിട്ട ഒരു പരിപാടി JCI സംഘടിപ്പിച്ചതിൽ പ്രത്യേകമായ അഭിനന്ദനമുണ്ട്. വളരെയേറെ അതുമാത്രമല്ല, ഇന്ന് ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നതിനുള്ള ഒരു പദ്ധതി കൂടി ഇന്ന് JCI നടപ്പാക്കുന്നു എന്നുള്ളതിൽ പ്രത്യേകമായി അവരെ അഭിനന്ദിക്കുന്നു. നിരവധിയായ പദ്ധതികൾ തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ JCI തൊടുപുഴ യൂണിറ്റ് നടപ്പാക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ ഇതുപോലൊരു പ്രത്യേക രീതിയിൽ പ്രകൃതി സംരക്ഷണത്തിന് ഉതകുന്ന ഒരു പേപ്പർ പേന നൽകി ജനങ്ങളിൽ എത്തിക്കുന്നതിനും അത് പ്രകൃതത്തെ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം വൃക്ഷത്തൈ നടുന്നതിനും അതുപോലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ജനങ്ങളിൽ ഇത് ബോധം വളർത്തി അവരിലൊരു പ്രചരണ പരിപാടിയാക്കി മാറ്റുന്നതിനുമൊക്കെ ഉതകുന്ന രീതിയിലുള്ള ഈ പദ്ധതി നടപ്പാക്കുന്ന JCI പ്രത്യേകിച്ച് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് പേപ്പർ കൊണ്ട് നിർമ്മിച്ച പേനയും അതിന്റെ അറ്റത്ത് വെച്ചിരിക്കുന്ന ഒരു വിത്തുമാണ് പൊതുജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്തത്. തികച്ചും പരിസ്ഥിതിക്കിണങ്ങുന്ന രീതിയിലുള്ള ഈ പേന ഉപയോഗശേഷം മണ്ണിൽ കുഴിച്ചിട്ടാൽ ഒരു മരമായി മാറുമെന്നതാണ് പ്രസ്തുത പ്രോജക്ട്. ഇതോടൊപ്പം നിർധന രോഗികൾക്കായി സമാഹരിച്ച തുക JCI തൊടുപുഴ ടൗൺ പ്രസിഡന്റ് ജോബിൻ ജോസ് ജനമൈത്രി SI TK സുഗുവിന് കൈമാറി. SNDP യോഗം തൊടുപുഴയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ പ്രീ മാരേജ് കൗൺസിലിംഗ് കോഴ്സ് ആരംഭിച്ചു. വെങ്ങല്ലൂർ ചേറായിക്കൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച കോഴ്സിന്റെ ഉദ്ഘാടനം യോഗം കൗൺസിലർ ഷാജി കല്ലറയിൽ നിർവഹിച്ചു. യൂണിയൻ സെക്രട്ടറി PS സിനിമോൾ അധ്യക്ഷത വഹിച്ചു. കുടുംബ ഭദ്രത എന്ന വിഷയത്തിൽ പായിപ്ര മദനൻ ക്ലാസ് എടുത്തു. ക്ഷേത്രം മേൽശാന്തി വൈക്കം ബെന്നി ശാന്തി, യൂണിയൻ കൗൺസിലർമാരായ VM സുകുമാരൻ, ശശി കണ്യാലിൽ, പൊന്നമ്മ രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 1500 പറയുന്നത് പത്രിക എടുക്കുമ്പോൾ ഡ്രൈവർമാരെ പോലീസ് പിടിക്കുന്ന പോലെ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, പോലീസ് പിടിച്ചാൽ 500 രൂപ പിഴയടയ്ക്കും. ഹെൽമെറ്റ് വെക്കണമെന്ന് നമ്മുടെ ഒരു ആവശ്യമാണ്. എങ്കിൽ പോലും നമ്മൾ പല പോലീസിന്റെ പിടിയിൽ പെടാതിരിക്കാനുമാണ് നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നതെന്ന പലപ്പോഴും നമ്മുടെ തിരിച്ച് രവിപാല പാഠശാലയിൽ കൂടുന്ന കുട്ടികൾ ആ രവിപാല പാഠശാലയുടെ സർട്ടിഫിക്കറ്റുമായി ക്ലാസ്സിൽ നാളെ തരുന്ന ആ സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പത്രിക കിട്ടുന്നത്. കുടുംബജീവിതം നല്ലതുപോലെ നയിക്കുവാനും എങ്ങനെ ഒരു പുത്തൻ തലമുറയെ വാർത്തെടുക്കണം എന്ന ഇപ്പോഴും അദ്ദേഹം നമ്മുടെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല.
ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഭാ സംഗമത്തോടനുബന്ധിച്ച് ആദരിക്കപ്പെട്ട കുട്ടികളുടെ ഫോട്ടോ തത്സമയം പ്രിന്റ് എടുത്ത് നൽകി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോ ഫാസ്റ്റ് ശ്രദ്ധയാകർഷിച്ചു. തങ്ങളുടെ സ്റ്റുഡിയോയുടെ സാങ്കേതിക മികവ് തെളിയിക്കുന്ന ഒന്നായി മാറി ഇത്. 27 വർഷമായി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഫോട്ടോ ഫാസ്റ്റ്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന സൗജന്യ യോഗ ക്ലാസ് സചേതന രക്തദാന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. തൊടുപുഴ കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലാസ് ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് ഹാരിസ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അമൽ ജി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം മഞ്ജുഹാസൻ, വി കെ ബിജു, ജി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. സുധാകരൻ യോഗ ക്ലാസിന് നേതൃത്വം നൽകി. മലയാളി നേരിടുന്നത് ഇന്ത്യയുടെ മറ്റ് ഇതര സംസ്ഥാനങ്ങളുള്ള അതുകൊണ്ട് മലയാളി യോഗ പരിശീലിക്കുന്നത് കേരളത്തിന്റെ പൊതു സാമൂഹ്യ ജീവിതത്തിൽ തന്നെ ഗുണകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ യോഗ പരിശീലനം സൗജന്യമായി യോഗ പരിശീലനമായി സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ നന്നായി പ്രവർത്തിക്കട്ടെ. അതുപോലെ സചേതന സമിതിയുടെ പ്രവർത്തനം നടക്കട്ടെ ആശംസകൾ നിങ്ങളുടെ ഏവരുടെ മാത്രമാണ്. വാഴത്തോപ്പ് ഗവൺമെന്റ് LP സ്കൂളിലെ പൈപ്പുകൾ സാമൂഹിക വിരുദ്ധർ മോഷ്ടിച്ചു. പ്രതികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിർധന വിദ്യാർത്ഥികൾക്ക് ആശ്രയമായ വാഴത്തോപ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ ഈ വർഷം സ്ഥാപിച്ച പൈപ്പുകളാണ് കഴിഞ്ഞ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ മോഷ്ടിച്ചത്. 10ഓളം പൈപ്പുകളാണ് ഇവിടെ നിന്നും മോഷ്ടിക്കപ്പെട്ടത്. ഇതോടുകൂടി കുട്ടികൾക്ക് കുടിക്കുവാനുള്ള വെള്ളവും മറ്റാവശ്യങ്ങൾക്കുള്ള വെള്ളവും ഇല്ലാത്ത അവസ്ഥയായി. മുൻപും ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിന് നാശനഷ്ടങ്ങൾ വരുത്തുന്ന ഇത്തരക്കാരെ പിടികൂടാൻ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. സംഭവത്തിൽ ഇടുക്കി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കർഷക മിത്ര പ്രൊഡ്യൂസർ കമ്പനിയുടെ പുതിയ ശാഖയുടെ പ്രവർത്തനം മരിയാപുരം പഞ്ചായത്തിൽ ആരംഭിച്ചു. ശാഖയുടെ ഉദ്ഘാടനം ജനശ്രീ മിഷൻ ജില്ലാ ചെയർമാൻ YC സ്റ്റീഫൻ നിർവഹിച്ചു. ജനശ്രീ മിഷന്റെ കീഴിൽ ജൈവശ്രീ പദ്ധതി പ്രകാരം പ്രവർത്തനം ആരംഭിച്ച കർഷക മിത്ര പ്രൊഡ്യൂസർ കമ്പനിയുടെ ശാഖയാണ് മരിയാപുരം പഞ്ചായത്ത് വിമലഗിരിയിൽ ആരംഭിച്ചത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയേക്കാൾ ഉയർന്ന വിലയ്ക്ക് സംഭരിക്കുകയും തുടർന്ന് കമ്പനി വിറ്റഴിക്കുമ്പോൾ ലഭ്യമാവുന്ന ലാഭത്തിൽ 60% കർഷകർക്ക് ലഭ്യമാവുന്ന തരത്തിലാണ് കമ്പനിയുടെ പ്രവർത്തനം. പരിപാടികളുടെ ഉദ്ഘാടനം ജനമിത്ര മിഷൻ ജില്ലാ വൈസ് ചെയർമാൻ YC സ്റ്റീഫൻ നിർവഹിച്ചു. CM കുര്യൻ അധ്യക്ഷത വഹിച്ചു. മറ്റു ഭാരവാഹികളായ സൈജൻ ഒടിയുത്തുങ്കൽ, ടോമി തെങ്ങുംതോട്ടത്തിൽ, അഷ്റഫ് വണ്ടൻമേട്, കൊച്ചട്ടൻ നെടുങ്കണ്ടം, ജോജോ കൊല്ലംകുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പച്ചക്കറി വിപണിയിൽ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികൾ ന്യായവില നൽകി സംഭരിച്ച് ഉപഭോക്താക്കൾക്ക് മിതമായ നിരക്കിൽ വിറ്റഴിക്കുകയാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കാർഷിക കർമ്മക്ഷേമ വകുപ്പിന്റെയും സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന രാജാക്കാട് സുരക്ഷിത ഇക്കോ ഷോപ്പ്. ഏറ്റവും കൂടുതൽ ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നതിനും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വിഷമുക്തമായ പച്ചക്കറികൾ വിറ്റഴിക്കുന്നതിനും വേണ്ടിയാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും
കാർഷിക കർമ്മക്ഷേമ വകുപ്പിന്റെ സഹായത്തോടെ ഒരുപറ്റം കർഷകരുടെ നേതൃത്വത്തിൽ സുരക്ഷിത എക്കോ ഷോപ്പ് ആരംഭിച്ചത്. കൃഷി ഓഫീസിൽ നിന്നും നൽകിയിരിക്കുന്ന വിത്തുകളും വളവും ഉപയോഗിച്ച് തികച്ചും ജൈവരീതി പരിപാലിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ സ്വീകരിക്കുക. നിലവിൽ പയറിനും പാവയ്ക്കയും അടക്കം പുറത്തുനിന്ന് കൊടുക്കുമ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത് 30-35 രൂപ വരെയാണ്. എന്നാൽ ഇക്കോ ഷോപ്പിൽ എത്തിച്ചാൽ ഇത് വിപണി വിലയ്ക്ക് ആനുപാതികമായി 40 അതിൽ കൂടുതലും ലഭിക്കും. ഇവ ഉപഭോക്താക്കൾക്ക് നൽകുന്നതും വില കുറച്ചാണ്. സംഘത്തിന്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ചെറിയ ലാഭം മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതുതരം പച്ചക്കറികളും വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ള രാജാക്കാട്ടിലെ പ്രധാന സ്ഥാപനമായി ഈ പ്രസ്ഥാനം ഇന്ന് മാറിയിരിക്കുകയാണ്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും സംയുക്തമായിട്ടുള്ള ആഭിമുഖ്യത്തിൽ രാജാക്കാട്ടിൽ പ്രവർത്തിച്ചു വരുന്ന സുരക്ഷിത എക്കോ ഷോപ്പ് ഏകദേശം 7 മാസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്തുള്ള മുഴുവൻ കർഷകരുടെയും കാർഷിക ഉൽപ്പന്നങ്ങൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും മറ്റ് ഉൽപ്പന്നങ്ങളും നല്ല വില കൊടുത്ത് ഈ എക്കോ ഷോപ്പിൽ വാങ്ങുകയും ഇവിടെ നിന്ന് സബ്സിഡി നിരക്കിൽ വളരെ വില കുറച്ച് ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ട് ഇപ്പോൾ പച്ചക്കറികൾക്കെല്ലാം വളരെയധികം വില വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും നമുക്ക് വളരെ വില കുറച്ച് തന്നെ ഈ ഷോപ്പിലൂടെ നല്ല സുരക്ഷിതമായ പച്ചക്കറികൾ കർഷകർക്കും മറ്റു ആളുകൾക്കും നൽകുവാൻ സാധിക്കുന്നുണ്ട്. കർഷകർ ഇവിടെ പച്ചക്കറി വിൽപ്പന നടത്തുമ്പോൾ കൃഷി വകുപ്പിൽ നിന്നുള്ള സബ്സിഡിയും കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. കർഷകർക്ക് ആശ്വാസവും പ്രതീക്ഷയും കൈത്താങ്ങുമായി മാറുന്ന ഇത്തരം സ്ഥാപനങ്ങൾ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുവാൻ കഴിഞ്ഞാൽ ജൈവ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തതയിലെത്തുന്നതിനൊപ്പം എന്നും കടബാധ്യത മാത്രം മിച്ചമുള്ള കർഷകർക്ക് പുത്തൻ പ്രതീക്ഷയാവും പകർന്നു നൽകുക. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ഗവൺമെന്റ് VHSSൽ വായനാ വാരത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച 11 നടക്കും. വാർഡ് കൗൺസിലർ ബിൻസി അലി ഉദ്ഘാടനം നിർവഹിക്കും. സർവ്വവിജ്ഞാനകോശം 24ാം വോള്യം സമർപ്പണവും പരിചയപ്പെടുത്തലും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VS സെയ്ദ് മുഹമ്മദ് നിർവഹിക്കും. ഇന്നത്തെ ചിന്താവിഷയം പൗലോസ് പാറേക്കരാച്ചന്റെ ചിന്തകൾ ശ്രവിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയരെ, ഒരിക്കലൊരു മനുഷ്യൻ അബൂ ഹസൻ എന്നു പേരുള്ള ഒരു മുസ്ലിം സന്യാസിയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, താങ്കളുടെ വസ്ത്രം എനിക്ക് തരിക, ഞാനത് ധരിക്കട്ടെ, എന്നിട്ട് ഞാൻ താങ്കളെ പോലെയാകട്ടെ. അദ്ദേഹം ആഗതനോട് ചോദിച്ചു, ഞാൻ തിരിച്ച് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കൂ. ഒരു പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിച്ചാൽ സ്ത്രീയാകുമോ? ഇല്ല. ഒരു സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിച്ചാൽ പുരുഷനാകുമോ? ഇല്ല. ആകട്ടെ, നിങ്ങൾ എൻ്റെ വസ്ത്രം ധരിച്ചാൽ നിങ്ങളൊരു ഫക്കീറാകുമോ? സന്യാസിയാകുമോ? അയാൾക്ക് ഉത്തരം മുട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ, വേഷമല്ല ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ ആധാരം. ഇന്ന് പലരും നനച്ചു വച്ചിരിക്കുന്നത് വേഷമാണ് ഒരാളുടെ വ്യക്തിത്വമെന്നാണ്. ധരിച്ചിരിക്കുന്ന വേഷത്തിനുള്ള യോഗ്യത ജീവിതത്തിലില്ലെങ്കിൽ വേഷം ഒരാളെ യോഗ്യനാക്കുന്നില്ല. പല ആളുകളും അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള വസ്ത്രമല്ല ധരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവർ സമൂഹത്തിൽ തിരിച്ചറിയപ്പെടുന്നുമില്ല. ഓർക്കുക, വസ്ത്രമല്ല വ്യക്തിത്വമാണ് പ്രധാനം. നമ്മൾ പലപ്പോഴും വേഷം കെട്ടി വ്യക്തിത്വം വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളാണ്. തിരുത്തണം, തിരുത്തപ്പെടണം. നമുക്ക് നമ്മുടെ വ്യക്തിത്വമാണ് വലുത്. വേഷങ്ങളിലൂടെയല്ല അത് വെളിപ്പെടുത്തേണ്ടത്. അങ്ങനെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് ക്രമപ്പെടുത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, പാറേക്കരാച്ചൻ. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2695 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 122 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 119 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കുതിപ്പ് നൽകുന്ന കൊച്ചി മെട്രോ റെയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിന്നും SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പ്രതിഭാസംഗമം നടന്നു. തൊടുപുഴ റൂറൽ സഹകരണ സംഘം കോഴിക്കോട് MVR ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് നടപ്പാക്കുന്ന സിറ്റി കെയർ നിക്ഷേപ പദ്ധതി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടിയമ്മ മൈക്കിൾ രാജിവെച്ചു. LDF-ൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അവർ അറിയിച്ചു. പിണറായി സർക്കാർ കെടുകാര്യസ്ഥതയുടെ സർക്കാരാണെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ല. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.